നിങ്ങൾ കള്ളത്തരം ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ലെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ആ പ്രാർത്ഥനയുടെ ശക്തി കുറവാണ് എന്ന് പറയാൻ ഇനി എന്നെ കൊണ്ട് പറ്റും. പ്രാർത്ഥന കേൾക്കില്ലെന്ന് പറയാൻ എനിക്കെങ്ങനെ പറ്റണേ? അത് ഈശോ പ്രാർത്ഥന കേൾക്കണ കാര്യമല്ലേ, ഈശോയല്ലേ. പക്ഷെ പ്രാർത്ഥനയുടെ ശക്തി കുറവായിരിക്കും, ഉറപ്പാണ്. ഇന്ന് വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടി ആവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനീതി പ്രവർത്തിച്ച് കള്ളത്തരം ചെയ്ത് ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ആ സ്വർഗസ്ഥനായ പിതാവെ ഒന്ന് ഓർത്തു വയ്ക്കണം, നല്ലതാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പരിശോധിച്ച് നോക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും കള്ളത്തരം ചെയ്തുകൊണ്ടിട്ടാണ് ഇത് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യണ അനീതി, നിങ്ങൾ ചെയ്യണ കള്ളത്തരം അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നീതിയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്. സത്യസന്ധമായിട്ട് ജീവിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കാതിരിക്കാനുള്ള ന്യായം പറഞ്ഞു തരുന്നതല്ല കേട്ടോ. കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനുള്ള ഒരു വഴി പറഞ്ഞു തന്നതാണ്. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.